the most expensive ice cream I have ever seen. ഈ ഒറ്റ ഐസ്ക്രീം കഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 10 ബിരിയാണി വാങ്ങി തിന്നാം. അത് മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 12 ഫ്ലേവറുള്ള ഐസ്ക്രീമും 150 റുപ്യന്റെ ചോക്കോബാറും അങ്ങനെ വെറൈറ്റി ഐസ്ക്രീംസ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് 5 rupees സിപ്പ. അമ്മോ, കണ്ണു തുറക്കാൻ പറ്റാത്തത്ര വെയിലാണ്. കേരളത്തിൽ മൊത്തത്തിൽ ചൂടാണ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ചൂട് ഉള്ളത് കണ്ണൂരാന്ന് തോന്നുന്നു. പാലക്കാടിന് പിന്നെ തോപ്പിച്ച് ഇത്രക്ക് ചൂടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഈ 5 റുപ്യന്റെ സിപ്പപ്പ് തുടങ്ങാൻ നമുക്ക്. നിങ്ങളിൽ എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയില്ല ഗൈസ്. ഈ ഒരു ഭൂമിയിൽ നീണ്ട 23 വർഷത്തിനിടയിൽ ഞാൻ ഇതുവരായിട്ട് ഈ ഒരു സാധനം തിന്നിച്ചില്ല. ഞാനല്ല ഉറുപ്പ്യന്റെ സിപ്പപ്പിന്റെ ആളാ. എന്തായാലും ഈ 5 റുപ്യന്റെ സിപ്പപ്പിന്റെ ടേസ്റ്റ് ഞാൻ ആദ്യം അറിയാൻ വേണ്ടി പോവാണ്. ഇത് ഫ്ലേവർ വനില അല്ലേ? വനില ഐസ്ക്രീം വെള്ളം ആവൂലേ, അതേ സാധനം തന്നെ. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു, പക്ഷെ വാങ്ങിയപ്പോ ഈ ഒരു സിപ്പപ്പേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. എന്തായാലും എനിക്ക് ഇതിനെക്കാട്ടി ഇഷ്ടമായത് നമ്മളെ ഉറുപ്പിക്കെല്ലാം വാങ്ങി കിട്ടുന്ന ഓറഞ്ചിന്റെ ഫ്ലേവറുള്ള സിപ്പപ്പില്ല, അതാണ് എന്റെ ഫേവറേറ്റ് ഗൈസ്. എന്തായാലും ഇതെനിക്ക് അത്രക്ക് പിടിച്ചിട്ടില്ല. സോ ലെറ്റ്സ് ഫിനിഷ് ദിസ് 5 റുപ്യന്റെ സിപ്പപ്പ് ആൻഡ് ഗോ സ്ട്രേറ്റ് ടു നെക്സ്റ്റ് വൺ. അടുത്ത ഐസ്ക്രീമിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ ഒരു ടയർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഐസ്ക്രീംസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട്. ആൻഡ് ദിസ് 5 റുപ്യന്റെ സിപ്പപ്പ് ഗോസ് സ്ട്രേറ്റ് ടു ഗൈസ്. നമ്മളെ 5 റുപ്യന്റെ സിപ്പപ്പിന് ശേഷം നമ്മൾ നേരെ വന്നിരിക്കുകയാണ്. ഇതിന് എത്രയാ, 10 ആണോ 20 ആണോ എന്നറിയില്ല. നമ്മളെ ക്യാമറിന്റെ വനില ഐസ്ക്രീം. ഇതെല്ലാരും കഴിച്ചുള്ള സാധാരണ കപ്പ് ഐസ്ക്രീം ആണ് ഗൈസ്. പക്ഷെ ഇതിലേക്ക് സ്പൂൺ കുത്തുന്നതിന് മുമ്പേ നമുക്ക് വേറെ പരിപാടി ഉണ്ട് ചെയ്യണം ഗൈസ്. ദാറ്റ് ഈസ് ട്രഡീഷൻ. ലേശം അലിഞ്ഞു പോയി, എനിക്ക് അലിയാത്ത ഐസ്ക്രീമാണ് ഇഷ്ടം. ഇതിപ്പോ തൈര് പോലെയാണുള്ളത്. സത്യം പറയല്ല ഗൈസ്, എനിക്ക് ഇങ്ങനെ ഐസ്ക്രീം കുടിക്കുന്നേ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ട്. നേരത്തെ തന്നെ ആ ഒരു വനില സിപ്പപ്പിനെ കാട്ടിയും സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു സാധനം. നമുക്ക് ഇത് നടന്നുകൊണ്ട് കുടിച്ചു തീർക്കാം. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു സ്പെഷ്യൽ ഐസ്ക്രീം ആണ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ. ആൻഡ് ദിസ് ഐസ്ക്രീം ഗോസ് ടു നമ്മുടെ അടുത്ത ഐസ്ക്രീം 40 റുപ്യന്റെ മിൽക്കി മിസ്റ്റിന്റെ സാൻഡ്വിച്ച് ഐസ്ക്രീം ആണ്. നമ്മൾ സ്പെഷ്യൽ ഐസ്ക്രീം തിന്നാനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ലൊക്കേഷനാണ് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടക്കിടക്ക് വരുന്നത് നമ്മളെ തല്ലുമാലയിൽ ടൊവിനോ ലീഡിന്റെ ഡാൻസ് കളിക്കുന്നതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി മുതൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ട്രൈ ചെയ്യുന്ന ഒരു ഐസ്ക്രീം പോലും എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഐസ്ക്രീം ആണ്. ഇതിന്റെ കവറിന്റെ മേലെ പേര് കണ്ടപ്പോഴാണ് ഐസ്ക്രീം ആണെന്ന് എനിക്ക് തീരുന്നത്. ഇതൊരു കേക്ക് പോലെ തോന്നേ. എടാ, ഇത് സ്പൂണ് വേണ്ട കേട്ടോ, ഇത് കടിച്ചു നിന്നേണ്ട സാധനം. സോ കടിച്ചു നിന്നേണ്ടാണെങ്കിലും ഇതൊരു ഐസ്ക്രീം തന്നെയാണ് ഗൈസ്. സോ ഹിയർ വി ഗോ. ഏതോ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നത്. എടാ, ടൈഗർ ബിസ്ക്കറ്റ് ആറ്റോ തണിഞ്ഞ എനിക്ക് തിന്നൂലേ, അതേപോലത്തെ സാധനമാണ് ഈ സാധനത്തിന്. പിന്നെ അടിയിട്ടത് സാധാരണ വെള്ള ഐസ്ക്രീമാണ്. നീ ഒന്ന് നോക്കിയേ. എന്ത് ബിസ്ക്കറ്റ്? നമ്മളെ സ്പെഷ്യൽ ഐസ്ക്രീം അങ്ങനെ ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നുന്നില്ല. ഒരു ബിസ്ക്കറ്റ് എന്ന പോലെ തോന്നുള്ളൂ. ഐസ്ക്രീം ആണെന്ന് ഒരു ഫീൽ ചെയ്യുന്നില്ല. 40 റുപ്യന്റെ സ്പെഷ്യൽ ഐസ്ക്രീം ആണ് ഗൈസ്. ഇങ്ങനെ അടുത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് 100 റുപ്യന്റെ വേറൊരു സ്പെഷ്യൽ സാധനമാണ്. ആദ്യം തന്നെ ഇത് കഴിക്കട്ടെ, വന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഈ ഐസ്ക്രീം ഓൾസോ ഗോസ് ടു മേട്ടിയ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഐസ്ക്രീംസ് കിണ്ണം കാഴ്ച സാധനമാണ്. ആൻഡ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് 150 rupees സ്പെഷ്യൽ ചോക്കോബാർ. നമ്മൾ നേരത്തെ തിന്ന സ്പെഷ്യൽ ഐസ്ക്രീം അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത തിന്ന ഒരു സ്പെഷ്യൽ ചോക്കോബാർ ഗൈസ്. ലണ്ടൻ ഡയറിന്റെ ആൽമണ്ട് സാധനമാണ്. ലണ്ടനിൽ വരുന്നതാന്ന് തോന്നി ഈ ഐസ്ക്രീം. ഇപ്പൊ നമ്മളെ വെയിലത്ത് അലിഞ്ഞിട്ടുണ്ടാവും. ഓഹോ, പാക്കേജുകളെല്ലാം കണ്ട വെറുതെ അല്ല. 150 റുപ്യ എടുത്തോ 2 കവർ കിട്ടി. ഓ സീനാ സീന്, ഒരു പുള്ളി അലിഞ്ഞിട്ടില്ല. സാധനം. എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമിൻ്റെ ഒരു ഫോമാണ് ഈ ഒരു ചോക്കോബാർ എന്ന് പറയുന്നത്. പണ്ടൊന്നും എനിക്ക് ചോക്കോബാർ ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഈ ഒരു ചോക്കോബാർ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ആൽമണ്ട് എല്ലാം ഉണ്ട്. എന്നാലും തിന്നോക്കാം. ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കടിച്ചു നോക്കാം. ഞാനിങ്ങനെ ഈമ്പി തിന്നലില്ല. സത്യം പറഞ്ഞാൽ കളത്തിന് വേണം. സത്യം പറയാം, ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഡയറി മിൽക്കെല്ലാം തിന്നുന്നുണ്ട്. പക്ഷേ ഇനി 150 റുപ്യ വരേണ്ട അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഇതിൽ ആൽമണ്ടിൽ ഇട്ടുകൊണ്ട് 150 റുപ്യ ആയിരുന്നുള്ളൂ. അല്ലാണ്ട് സാധാരണ ചോക്കോബാറിന്റെ ടേസ്റ്റിനാണ്. ബട്ട് ഇതുവരെ തിന്നതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് തന്നെയാണ്. എന്താ സുഖം എന്നറിയും നട്ടുച്ച വെയിലത്ത് ഈ ഒരു 150 റുപ്യന്റെ ചോക്കോബാർ കടിച്ചോണ്ട് നടക്കാൻ. പക്ഷെ തീർന്നിട്ടില്ല. നമുക്കിനിയും 2 കിടിലം ഐസ്ക്രീംസ് ആണ് ബാക്കിയുള്ളത്. ആ 2 ഐസ്ക്രീംസ് തിന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ചോക്കോബാറിന് ഇൻട്രസ്റ്റിംഗ് ടിയറിലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് 12 ഫ്ലേവേഴ്സ് ഉള്ള 500 റുപ്പീസിന്റെ മാസീവ് ബോൾ ഓഫ് ഐസ്ക്രീം ആണ്.
നമ്മളെ 500 റുപ്പീസിന്റെ 12 ഫ്ലേവേഴ്സിന്റെ ഐസ്ക്രീമാണ്. ഞാൻ പേര് മറന്നത് ഇതിന്റെ. ഇത് എന്തെല്ലാം ഉള്ളതെന്ന് കാണിച്ചില്ല. കമോൺ. 2 PP-ന്റെ സാധനമുണ്ട്. ഇത് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നല്ലേ. ആദ്യം നമുക്ക് PP എഴുതാം. ചോക്ലേറ്റ് ഇതിൽ അണ്ടിപ്പരിപ്പുണ്ട്, പഴമുണ്ട്, പിന്നെ കോൺഫ്ലേക്സിന്റെ സാധനമുണ്ട്, പിന്നെ 12 ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ഉണ്ട്. ഇത് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് വെണ്ണയല്ലേ? ഞാൻ വെനില ഫ്ലേവറുള്ള സാധനമാണ് എടുത്തത്. പക്ഷെ സാധാരണ വെനിലിൻ്റെ ടേസ്റ്റ് അല്ല, ഇത് വേറെ വെനിലിൻ്റെ ടേസ്റ്റ്. മേ ബി അടിയത്ത് എന്തെങ്കിലും മിക്സ് ആകുന്നതായിരിക്കും. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മളെ മെയിൻ ടേസ്റ്റ് ജസ്റ്റ് 12 ഫ്ലേവേഴ്സ് തിന്നാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഞാൻ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചോക്ലേറ്റ്, വെനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് എൻ്റെ ഫേവറേറ്റ്. മോനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുവരെ തിന്നതിൽ ബെസ്റ്റ് ഐസ്ക്രീമാ? അല്ല, ഇതുവരെ തിന്നതിലല്ല. കുഴപ്പമില്ല. 12 ഫ്ലേവേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു രസമുണ്ട്. ഒന്നുകൂടി നോക്കാം. ഈ 12 ഫ്ലേവറിന്റെ ഇത്രയും വലിയൊരു ബോൾ ഇവൻ ഒറ്റക്കിരുന്ന് അവിടെ നിന്ന് തിന്നുവരുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം ഗൈസ്, ചങ്ങായി നരിയാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നമുക്ക് പിറ്റേ ദിവസം വരേണ്ടി വന്ന്. ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരാൻ തന്നെ ലിറ്ററലി 20 മിനിറ്റിന് മേലെടുത്ത് ആ ഐസ്ക്രീം കാത്ത് അവിടെ കുറെ നേരം ഇരുന്ന് ബാക്കിയുള്ളവർ ഓർഡർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാൻ തന്നെ വായന്ന് വെള്ളം വരുന്നുണ്ടായിന്. ബട്ട് ദ വെയിറ്റ് വാസ് വർത്ത് ഇറ്റ്. ദിസ് ഈസ് പുട്ട് ഐസ്ക്രീം. ഈ സാധനം ഇങ്ങനെ ഒരു വലിയ ട്രേയില് കൊണ്ടുവന്ന് ആ പുട്ട് കുത്തുന്ന പോലെ കുത്തി അതിന്റെ മേലേക്ക് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്ന പോലത്തെ എന്തോ സാധനം ഒഴിക്കുന്ന കാണുമ്പോ തന്നെ ഇല്ലേ, അത്ര നേരം അവിടെ കാത്തിരുന്നൊന്നും ഒന്നുമല്ല എന്ന് തോന്നും. അങ്ങനെ നമ്മളെ ലാസ്റ്റ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീം വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഐസ്ക്രീം അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 റുപ്യന്റെ 10 ബിരിയാണി എന്നാ. ഇത് ഇതിനു മുമ്പേ ഭയങ്കര ട്രെൻഡിലായതാണ്. ഞാൻ ഇതുവരെ സാധനം തിന്നിട്ടില്ല. മൈ ഫസ്റ്റ് ട്രൈ ആണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. എന്നാലും പൈസ കൊടുത്ത സ്ഥിതിക്ക് തിന്നു നോക്കാന്ന് വെച്ചിട്ട് തിന്നതേ ഉള്ളൂ. നിന്റെ ഉള്ളിൽ പുട്ടുണ്ടാവില്ല? അങ്ങനെ ഞാൻ സത്യമായിട്ടും വിചാരിച്ച ആദ്യം പുട്ടുണ്ടാക്കും, അതിൽ ഐസ്ക്രീം കൊണ്ട് പൊതിയൂ, അങ്ങനത്തെ സംഭവം. പക്ഷെ ഇത് ഫുള്ളായിട്ട് ഇത് ഐസ്ക്രീം. ഞാൻ വെച്ച് ഐസ്ക്രീം ഇഷ്ടമല്ലെങ്കിൽ പുട്ട് തിന്നാലോന്ന്. പക്ഷെ ഇത് സംഭവം പറയാം, കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. കൊടുത്ത പൈസ ഒക്കെ ഉണ്ടോന്നറിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മളെ മെയിൻ ടെസ്റ്റ് ദർശൻ. അപ്പം നമുക്ക് എല്ലാം കൂട്ടിയിട്ട് തിന്നാം. ദോശയുണ്ട്, ദോശയെല്ലാം എടുക്കാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലേ? എനക്ക് അങ്ങനെയാ തോന്നുന്നത്. ഞാൻ എന്തായാലും പുട്ടല്ല എനിക്ക് ആദ്യം അറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഒന്നുകൂടി കഴിച്ചു നോക്കട്ടെ. പുട്ട് ഐസ്ക്രീം ഏത് ടിയറാ? ഗോഡ് ലെവൽ. നമ്മളിത് കഴിച്ചു തീർക്കട്ടെ. അപ്പത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ കാണിക്കുന്ന ഈ വീഡിയോ ഉണ്ടോ?